ഈ മൂവാറ്റുപുഴ സംവാദത്തിൽ ഹനീഫ് കായക്കൊടി ആ അവസാനം പറയുന്ന വാക്കിൽ ചില അബദ്ധങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരും അംഗീകരിക്കുന്നവരുമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലെ എല്ലാവരും. ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു. ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു. ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു. അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശിർക്കല്ല. വളരെ കൃത്യമല്ലേ ഹനീഫ് മൗലവി ഈ പറഞ്ഞ കാര്യം അല്ലേ? ജിന്നിനുള്ള സഹായാർത്ഥനയാണോ അത് പച്ച ശിർക്കാണ്? ഇനി അതല്ല, ജിന്നിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലും ചെയ്ത് അതനുസരിച്ച് ജിന്ന് അവർക്ക് ഉപകാരമായി ലഭിക്കുന്ന വല്ല കാര്യം ചെയ്തു കൊടുക്കുന്നു എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കല്ല എന്നാണ്. എന്തേ കാരണം? അള്ളാഹു റസൂലും പഠിപ്പിച്ചു, കാഹിനികൾക്ക് സാഹിറുകൾക്കൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും, അത് അവർക്ക് ഉപകാരപ്പെടുന്ന കാര്യമായി തോന്നിയേക്കാം. അങ്ങനെയാണെങ്കിൽ ശിർക്കല്ല. എന്തേ കാരണം? അത് അവരുടെ കഴിവിൽപ്പെട്ട കാര്യമാണ്, സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യമാണ്, 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 അവരുടെ കഴിവിൽപ്പെട്ട കാര്യമാണ്, സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യമാണ്. മൂവാറ്റുപുഴ സംവാദത്തിൽ ഹനീഫ് കായക്കൊടി ആ അവസാനം പറയുന്ന വാക്കിൽ ചില അബദ്ധങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരും അംഗീകരിക്കുന്നവരുമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലെ എല്ലാവരും. അതൊക്കെ എവിടെ വെച്ച് അവസാനിച്ചു? ഹനീഫ് കായക്കൊടി നിങ്ങളുടെ വാദങ്ങളിൽ നിന്നൊക്കെ പിന്മാറി അവിടുത്തെ ആ തീരുമാനം അംഗീകരിച്ച് അതിനുശേഷം ജിന്നിനോട് സഹായം ചോദിച്ചാൽ ശിർക്കാകും, ശിർക്കാകാത്തതില്ല എന്ന് പറയുന്നതോടുകൂടി ഇതൊക്കെ അവസാനിച്ചു. പറഞ്ഞ മനസ്സിലായില്ലേ? ക്ലിപ്പ് സാമ്പിളിന് വേണമെങ്കിൽ ഞാൻ ചിലതൊക്കെ കണ്ടിട്ട് തരാം ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആകട്ടെ. ഇതാണ് ഈ ക്ലിപ്പിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ആകെ നിങ്ങൾക്ക് പറയാനുള്ളത്, ഒരു സംവാദ സ്റ്റേജിൽ വെച്ച് മറുപടി പറയുക എന്ന് പറയുമ്പോൾ ധാരാളം അബദ്ധങ്ങളൊക്കെ പറ്റാവുന്ന ഒരു സന്ദർഭമാണത്. പഠിച്ച് മനസ്സിലാക്കി ആലോചിച്ച് പറയാനൊന്നും ചില സംഗതികൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. ചിലപ്പോൾ വായിൽ നിന്നൊക്കെ ചിലത് വീണു പോയാൽ പോയും ചെയ്ത്. ഇന്നത്തെ കാലമാണല്ലോ. അങ്ങനെ സംഭവിച്ച ഒരു സ്ഖലിതമാണത്. ആ സ്ഖലിതത്തിൽ ആരും ഉറച്ചു നിൽക്കണില്ല. അങ്ങനെയാണെങ്കിൽ എത്ര ക്ലിപ്പുകൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇടാണ്ടാവും. അപ്പോൾ അതൊന്നും ഇവിടെ കൊണ്ടുവരണ്ട. ഇതൊന്നും KNMൻ്റെ വാദമായിട്ട് നിങ്ങളിവിടെ അവതരിപ്പിക്കണ്ട. പറഞ്ഞത് മനസ്സിലായില്ലേ? അതങ്ങനെ നിർത്ത്.